ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ 2022 5 ഇയർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിംഗ് കോംപ്രിഹെൻഷൻ നിങ്ങൾ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യില്ല. ബട്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു സെഷൻ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ് 2022 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. 3 ഇയറിലും 5 ഇയറിലും 10 പാരഗ്രാഫ് ആണ്. ഓരോ പാരഗ്രാഫിന്റെ കീഴിലും 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അങ്ങനെ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവർ എക്സാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എക്സാമിന്റെ അവസാനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള 180 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രമേ ആ 20 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. ബട്ട് റീഡിംഗ് കോംപ്രിഹെൻഷന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒന്നും അറിയാത്ത ആളാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ സമയം സ്പെൻഡ് ചെയ്യാം. വേറെ ഒന്നും അറിയില്ല, ലീഗൽ അറിയില്ല, മറ്റു ടോപ്പിക്സ് ഒന്നും അറിയില്ല. അപ്പൊ ഈ പാരഗ്രാഫ് തന്നെ വായിച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 21st ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നോക്കാം. അപ്പോ 3 ഇയറും 5 ഇയറും ഒരേ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. 3 ഇയറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ഇയർ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിലും 21st മുതൽ 30 ക്വസ്റ്റ്യൻ വരെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാനാണുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. In the following question, a sentence is divided into 4 parts. Rearrange it in the proper sequence in order to make a meaningful sentence. അപ്പോൾ നമുക്ക് 4 പാർട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സെന്റൻസിന്റെ ഭാഗങ്ങളാണ്, പീസസ് ആണ്. ഒരൊറ്റ സെന്റൻസ് ആണ്, അതിന്റെ പീസസ് ആണ്. One natural way to look at the law is to see it as a what is required, prohibited and permitted, that tell us in more or less concrete terms what we should do, collection of rules laid down by a competent authority. ഇതെങ്ങനെയാണ് നമ്മൾ ഓർഡർ ആക്കുക? അപ്പൊ ഇതിൽ നമ്മൾ ഓപ്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ പിയും ക്യൂവും വരുന്നുണ്ട് ആദ്യത്തില്. അപ്പൊ ഒന്നെങ്കിൽ പി കൊണ്ട് തുടങ്ങണം അല്ലെങ്കിൽ ക്യൂ കൊണ്ട് തുടങ്ങണം, അല്ലെ? അപ്പൊ ക്യൂ കൊണ്ട് തുടങ്ങാൻ പറ്റില്ല, കാരണം ഇത് വാട്ട് ഈസ് റിക്വയർഡ്, പ്രൊഹിബിറ്റഡ് ആൻഡ് പെർമിറ്റഡ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ അല്ല എന്നറിയാം, ഒരു സെന്റൻസ് തന്നെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ വാട്ട് എന്നുള്ളത് തുടക്കത്തിൽ വരില്ല. അപ്പൊ പി കൊണ്ട് തന്നെ തുടങ്ങണം. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ഓപ്ഷൻ എ ആണ്, ഒന്ന് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ നോക്കി നോക്കാം. One natural way to look at the law is to see it as a what is required എന്ന് വരില്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. So it should be option D. One natural way to look at the law is to see it as a collection of rules laid down by a competent authority that tell us in more or less concrete terms what we should do, what is required, prohibited and permitted. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വരേണ്ടത് പി ആണ്. വൺ നാച്ചുറൽ വേ ടു ലുക്ക് അറ്റ് ദ ലോ ഈസ് ടു സീ ഇറ്റ് ആസ് എ കളക്ഷൻ ഓഫ് റൂൾസ് ലെയ്ഡ് ഡൗൺ ബൈ എ കോമ്പീറ്റന്റ് അതോറിറ്റി. വാട്ട് ഈസ് പിന്നെ വരേണ്ടത് ദാറ്റ് ടെൽ us in more or less concrete terms what we should do, what is required, prohibited and permitted. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 22. ഓക്കെ, ഇതൊന്ന് നോക്കി നോക്കൂ എങ്ങനെയാണ് വരിക.
അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറും നിങ്ങൾക്ക് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കണം? ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ ഒരു വേർബ് ആകാൻ പാടില്ല, അല്ലെ? ഇപ്പൊ നമ്മൾ പീന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്യൂട്ട്സ് ബൈ ഫോഴ്സ്. അപ്പൊ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി വരുമോ? ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ ബി ആണെങ്കിൽ എ സ്റ്റേറ്റ് മസ്റ്റ് റിഫ്രെയിൻ ഫ്രം സെറ്റിലിംഗ് ഇന്റർനാഷണൽ മസ്റ്റ് റെസ്പെക്ട്. അപ്പൊ ഇന്റർനാഷണൽ സംതിങ് വരണം. അവിടെ ഇന്റർനാഷണൽ മസ്റ്റ് എന്ന് പറയില്ലേ? യെസ്, ഓപ്ഷൻ സി ആണ്. എ സ്റ്റേറ്റ് മസ്റ്റ് റിഫ്രെയിൻ ഫ്രം സെറ്റിലിംഗ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ബൈ ഫോഴ്സ് and it must respect the human rights of persons within its jurisdiction. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് വേണ്ടത് കറക്റ്റ് ആൻസർ. A state must refrain from settling international disputes by force and it must respect the human rights of persons within its jurisdiction. അപ്പൊ നമ്മൾ ആ ഒരു സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ് എന്നുള്ള ആ ഒരു ഫോമാറ്റ് നോക്കുക. പിന്നെ നമുക്ക് പ്രിപ്പോസിഷൻ എന്തെങ്കിലും പിന്നീട് വരും. പ്രിപ്പോസിഷൻ പിന്നെ ആയിരിക്കും നമ്മൾ ഒബ്ജക്റ്റിനെയും ഈ ഒരു വേർഡിനെയും കണക്ട് ചെയ്യുന്നത്. ആ ഒരു വേർഡ് ഉണ്ടാവും. പ്രിപ്പോസിഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും വൺ സൈഡ് ഒബ്ജക്റ്റ് ആയിരിക്കും, അതർ സൈഡിൽ ആ ഒബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്ന വേർഡ് ആയിരിക്കും ഉണ്ടാവും. Okay. Now question number 23. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരു 2 തവണ വായിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പൊ നമ്മൾ എളുപ്പത്തിലുള്ള സ്ട്രാറ്റജി എപ്പോഴും യൂസ് ചെയ്യുക. ആദ്യം ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ഓപ്ഷനിൽ 2 എണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് പി വെച്ചിട്ടാണ്, 2 എണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. അപ്പൊ പി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് മേ ബി കോപ്പീഡ് ബട്ട് പൊളിറ്റിക്കൽ പ്രാക്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ കൾച്ചർ, കസ്റ്റംസ്. അത് ഫസ്റ്റ് വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് എസ് വെച്ച് നോക്കാം. ദ സക്സസ് ഓർ ഫെയിലിയർ റേറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മോഡൽ, അത് ഫസ്റ്റ് വരാവുന്നതാണ്. ക്യൂവിനെ കുറിച്ചും എസിനെ കുറിച്ചും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഓപ്ഷനിൽ ക്യൂവും ആറും വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഇല്ല. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും. എസ് വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ? ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. യെസ്, എസ് വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുക. ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് മേ ബി കോപ്പീഡ് ബട്ട് പൊളിറ്റിക്കൽ പ്രാക്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ഇന്റർപ്ലേ വിത്ത് അതർ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജൻസ്. ഇവിടെ അപ്പൊ നമുക്ക് പി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് മേ ബി കോപ്പീഡ് but political practice, political parties, political culture, customs and interplay with other legal and constitutional agents and education are a lot more difficult, if not impossible, to copy, and yet these other aspects co-determine the success or failure rate of constitutional model. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ 3 ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ 5 ഇയറിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടാകും. കാരണം ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഹയർ ലെവലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളിപ്പോ 5 ഇയറിന്റെ കേസിൽ കുറച്ചും കൂടെ ഈസി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ക്യൂവും ആറും
സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൽ ഫസ്റ്റ് വരുന്നത് ആൻഡ് ആണ്. ക്യൂവിന്റെ ഫസ്റ്റ് വേർഡ് എന്താണ്? ആൻഡ് ആണ്. അതുപോലെ ആറിൻ്റെത് എന്താണ് വരുന്നത്? ഇഫ് നോട്ട് ഇമ്പോസിബിൾ ടു കോപ്പി ആൻഡ് യെറ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല. അപ്പൊ പിയും എസും വെച്ച് തന്നെയാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി ക്യു ആർ എസും പി ക്യു എസ് ആറും ആണ് ഉള്ളത്. അപ്പൊ അതിൽ പി ക്യു എസ് ആർ എന്നുള്ളത് വരാനുള്ള സാധ്യത ഇല്ല. അപ്പൊ അതുകൊണ്ട് പി ക്യു ആർ എസ് ആണ്. ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, പി ക്യു ആർ എസ് ആണ്. ആ ഒരു തന്നിട്ടുള്ള ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലീഗൽ ഇൻസ്ട്രുമെന്റ്സ് മേ ബി കോപ്പീഡ് ബട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്, political practice, political culture, customs, and the interplay with other legal and constitutional agents and legal education are a lot more difficult, if not impossible, to copy, and yet these other aspects co-determining the success or failure rate of a constitutional model. നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊടുക്കാൻ പറ്റും പി ക്യു ആർ എസ്. Okay. Coming to the next question. A simple question. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? യെസ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പൊ ഇതിൽ എല്ലാതും എസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. Sovereignty is an important concept that underpins. പിന്നെ ഏതാണ് വരിക? That underpins in the real life of the modern world വരില്ല. National constitutional systems. Sovereignty is an important concept that underpins national constitutional systems, but in reality, it may also become something of a friction in the real life of the modern world. SQRP ആണ് വരിക. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. Sovereignty is an important concept that underpins national constitutional systems, but in reality, it may also become something of a friction in the real life of modern world. It is a simple question. Now the next one, 25th one. Yes, option D ആണ് അല്ലെ. PQRS ആണ്. Alternative dispute resolution system refers to the use of non
adversarial techniques of adjudication of legal disputes. PQRS ആ ഒരു ഓർഡറിൽ തന്നെയാണ് വരിക. അപ്പൊ നമ്മൾ Q കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇവിടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ R കൊണ്ടും S കൊണ്ടും Q കൊണ്ടും P കൊണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് കാണാം. അപ്പൊ ഇവിടെ Q കൊണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം എന്താക്കാൻ, നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ. പിന്നെ അതുപോലെ നമുക്ക് R എന്താവില്ല, അവസാനം വരില്ല. നോൺ അഡ്വേഴ്സറിയൽ ടെക്നിക്സ് ഓഫ് എന്നുള്ളത് അവസാനം വരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിങ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരൊറ്റ സബ്ജക്റ്റേ ഉള്ളൂ. അത് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം. അതാണ് നമ്മുടെ സബ്ജക്ട്. അപ്പൊ ആദ്യം സബ്ജക്ട് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം പി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് നോൺ അഡ്വസേറിയൽ ടെക്നിക്സ് ഓഫ് അഡ്ജുഡിക്ഷൻ ഓഫ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്. നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. Alternative dispute resolution system refers to the use of non-adversarial techniques of adjudication of legal disputes. നമുക്ക് 5 ഇയറിൽ കുറെ കൂടെ ഇംഗ്ലീഷിലുള്ള ജനറൽ കാര്യങ്ങളായിരുന്നു അതിലുള്ള പാരഗ്രാഫ്സ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കുറെ കൂടെ ലീഗലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരഗ്രാഫുകളാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികം കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഏതാണ് സബ്ജക്റ്റ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ അഡ്ജുഡിക്ഷൻ ഓഫ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് എന്താണ്, അതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ S കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ P കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. So here the right option is option D. PQRS ആണ് the right option. Next question. P എന്തായാലും ആദ്യത്തിൽ വരില്ല. upheld by the constitution എന്ന് വരില്ല. അപ്പൊ നമ്മൾ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക, അപ്പൊ നമുക്ക് ഐഡിയ കിട്ടും. ആൻഡ് നോട്ട് ടു ആക്ട് വിത്ത് പ്രിജുഡൈസ്, S വരില്ല, Qവും വരില്ല. R വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. R വെച്ചിട്ട് നമുക്ക് എയും ബിയും ആണ് ഉള്ളത്. സോ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ആർ required to എന്നാണ് വരിക അല്ലെ. are required to act under the consideration of principles upheld by the constitution and not to act with prejudice. Option A ആണ് വരിക. Yes, very good. Option A ആണ്. The administrative officials are required to act under the consideration of principles upheld by the constitution and not to act with prejudice. RQPS on option A. Now coming to the next question.
ഓക്കെ, അപ്പൊ എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് പി വെച്ചിട്ടാണ്. സോ ബേസിക് സ്ട്രക്ചർ മീൻസ് ദോസ് ബേസിക് ക്യാരക്ടേഴ്സ് ഓർ ആട്രിബ്യൂട്ട്സ്. ഏതാണ് വരിക? അതെ, ഓപ്ഷൻ ബി ആണ് അല്ലെ. Basic structure means those basic characters or attributes which are enshrined in the heart of constitution and which cannot be replaced or replaced by any parliament. Which cannot be repealed or replaced by any parliament. നമുക്ക് ഓപ്ഷൻ ബി ആണ്, PQSR ആണ്. Basic structure means those basic characters or attributes which are enshrined in the heart of the constitution and which cannot be repealed. Repeal ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക, അതിനാണ് നമ്മൾ റിപ്പീൽ ചെയ്യാന്ന് പറയുക. Or replaced by any parliament. നമുക്ക് ഓപ്ഷൻ ബി ആണ്. So the next question. Dignity of individuals to protect the freedom and rule of law is an essential tool against organized powers. അപ്പൊ ഏതായിരിക്കും സ്റ്റാർട്ടിങ്? ബി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യോ, ക്യൂ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യോ? ഓപ്ഷൻ ബി കറക്റ്റ് ആണോ? ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ക്യൂ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, QPSR. Against organized powers, rule of law is an essential tool. QPSR ഓപ്ഷൻ എ അല്ലെ? ഓപ്ഷൻ എ പോസിബിൾ ആണ്. വേറെ ഏതെങ്കിലും പോസിബിൾ ആണോ? നമ്മൾ സാധാരണ ഇംഗ്ലീഷില് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ അഗെയിൻസ്റ്റ് ഓർഗനൈസ്ഡ് പവേഴ്സ്, ഓപ്ഷൻ എ നോക്കുകയാണെങ്കിലും കറക്റ്റ് ആണ്. ബട്ട് അതിനേക്കാൾ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ RQPS ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓഫ് ലോ ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ അഗെയിൻസ്റ്റ് ഓർഗനൈസ്ഡ് പവേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. നമ്മൾ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് അവിടെ സബ്ജക്റ്റ് ആണ് ആദ്യം വന്നത് അല്ലെ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ടു പ്രൊട്ടക്ട് ദ ക്യൂ വെച്ച് തുടങ്ങുന്ന സമയത്ത് അവിടെ നമ്മൾ സബ്ജക്റ്റ് വെച്ചല്ല തുടങ്ങുന്നത്, നമ്മളൊരു പ്രിപ്പോസിഷൻ വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ സബ്ജക്റ്റ് ഇവിടെ ഏതാണ്? റൂൾ ഓഫ് ലോ ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ. അപ്പൊ റൂൾ ഓഫ് ലോ ഈസ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റും വേർബും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റൂൾ ഓഫ് ലോ ഈസ് ആൻ എസെൻഷ്യൽ ടൂൾ ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് അഗെയിൻസ്റ്റ് ഓർഗനൈസ്ഡ് പവേഴ്സ്. അപ്പൊ നമുക്ക് RQPS ആണ് വരിക. RQPS നമുക്ക് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. Now the next question. എല്ലാം ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള പാരഗ്രാഫ്സ് ആണ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ആയിട്ട് അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അറിയുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഓപ്ഷൻസും എസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കൺഫെഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ആൻ അക്യൂസ്ഡ് പേഴ്സൺ. ഏതാണ് വരിക? ഓപ്ഷൻ സി. യെസ്, കൺഫെഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ആൻ അക്യൂസ്ഡ് പേഴ്സൺ
which is sought to be proved against him in criminal proceedings to establish the commission of an offense by him. Confession is a statement made by an accused person. Confession എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റം സമ്മതിക്കുന്നതിനാണ് പറയാം. Which is sought to be proved against him in criminal proceeding to establish the commission of an offense by him. ഒരാൾ ചെയ്ത തെറ്റ് സമ്മതിക്കുക, നമ്മുടെ ക്രിമിനൽ പ്രൊസീഡിങ്സിൽ അത് സ്വന്തം ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്നതിനാണ് കൺഫെഷൻ എന്ന് പറയാം. ഏറ്റുപറയാം, ഇംഗ്ലീഷിലും കൺഫെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റു പറയുന്നതിനാണ് കൺഫെഷൻ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. SQRP ആണ് റൈറ്റ് ഓപ്ഷൻ. Now the next question. അപ്പൊ ഇവിടെ നമ്മൾ പി ആദ്യം വരാം. ക്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ എ പാർട്ടി ടു ദ ട്രാൻസ്ഫർ കനോട്ട്. അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആക്സെപ്റ്റ് ആസ് വെൽ ആസ് റിജക്ട്, അതും സ്റ്റാർട്ടിങ് പറ്റില്ല ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ. അപ്പൊ നമുക്ക് പി കൊണ്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ്, പി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏത്? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലെ. According to the principle of doctrine of election, a party to the transfer cannot accept as well as reject in a single transaction എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ. PQRS എന്നുള്ള ആ ഒരു ഓർഡറിലാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. PQRS അതാണ് നമുക്ക് വരുന്ന ഓർഡർ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിം പാറ്റേൺ ആണ്. ബട്ട് 3 ഇയറിലേക്ക് വരുമ്പോൾ എന്താണ്, നമുക്കെല്ലാം ലീഗൽ ആപ്റ്റിറ്റ്യൂഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലീഗൽ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും കുറച്ചും കൂടെ ഈസി. ബട്ട് ലീഗൽ അറിയാത്തവർക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഭാഗം ടഫ് ആയിരിക്കും. ഇത് നമ്മൾ ഇംഗ്ലീഷിന്റെ സെഷൻ ആണെങ്കിലും ആക്ച്വലി ലീഗലിൽ നിന്നുള്ള ഒരുപാട് പാരഗ്രാഫ്സ് ആണ് അവർ എടുത്തിട്ടുള്ളത്. ബട്ട് ഇനിയിപ്പോ ലീഗൽ അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് നമുക്ക് ആ ഒരു സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ആ ഒരു ഓർഡർ നോക്കാം, എവിടെയാണ് വേർബ് വരുന്നത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേർബ് വരുന്നത് കാണാം. ആക്സെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർബ് ആണ്. അപ്പൊ വേർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ, അപ്പൊ ഇൻ എ സിംഗിൾ ട്രാൻസാക്ഷൻ അത് വരാൻ സാധ്യത കുറവാണ്. വരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മളത് മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. PQRS എന്നുള്ള ഒരു ഓർഡറിൽ തന്നെ നമുക്കത് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ലെറ്റ് us look at the next session. അപ്പോൾ ഇവിടെ മുതലുള്ളത് നമ്മൾ എന്താണ്, മിസ്റ്റേക്സ് കണ്ടുപിടിക്കലാണ് ടാസ്ക്. അപ്പോൾ ABC എന്നുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതിൽ ഏതിലാണ് മിസ്റ്റേക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാം. അതിൽ മിസ്റ്റേക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ സെന്റൻസിന് പീസ് വൈസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോ ഇപ്പൊ ഇവിടെ നമ്മൾ ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് therefore he had no opportunity എന്നുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓഫ് ലേണിംഗ് ടു റീഡ് ഓർ റൈറ്റ് എന്നുള്ളതിന് ഒരു മീനിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം എന്താണ്, അത് സെന്റൻസിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മുഴുവനായിട്ട് വായിച്ചു നോക്കണം. ആസ് എ ബോയ് he had never been at school and therefore he had no opportunity of learning to read or write. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അതൊരൊറ്റ സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ചേരുവോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഇതിലുള്ള മിസ്റ്റേക്ക്? ആസ് എ ബോയ് he had never been at school. അപ്പൊ നമുക്ക് ഗ്രാമർ നല്ലൊരു ഐഡിയ വേണം. 5 ഇയറിനേക്കാൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ എന്തായാലും 3 ഇയറിൽ കൂടുതലായിരിക്കും.
he had never been at school. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? മിസ്റ്റേക്സ് ഒന്നുമില്ല അല്ലെ? നോ എറർ ആണ്. മിസ്റ്റേക്സ് ഇല്ല എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ നോളജ് വേണ്ടത്. സോ ദർ ഈസ് നോ എറർ. ഇതിൽ നമുക്ക് എറർ ഒന്നുമില്ല, എല്ലാ അതും കറക്റ്റ് ആണ്. അപ്പൊ നോ എറർ, ഓപ്ഷൻ ഡി ആണ്. Now the next question. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? റിപ്പോർട്ടഡ് സ്പീച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കേസിൽ ലയൺ ഫോക്സിനോട് പറയാണ്, എന്താണ് പറയുന്നത്? ഹി വാസ് വെരി വീക്ക്. അപ്പോ ലയൺ പറഞ്ഞത് എന്താണ്? ഐ ആം വെരി വീക്ക്. ഫോക്സിനോട് പറയാണ് ഐ ആം വെരി വീക്ക്, ഐ ആം വെരി വീക്ക്. My teeth has fallen out. And I have no appetite. I have no appetite. ഇതാണ് അതിന്റെ ഒറിജിനൽ സെന്റൻസ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചാറ്റ് GPT വെച്ചിട്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ചാറ്റ് GPTയിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ ബി, he has very weak, that he has very weak. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് GPTയിൽ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലത് മിസ്സിംഗ് ഉണ്ടാവും. that he was very weak, that his teeth had fallen out എന്നാണ് വരേണ്ടത്. V3 ആണ് വരേണ്ടത്. ഇവിടെ എന്താണ്? V3 അല്ല അല്ലെ? അപ്പൊ നമ്മൾ V3 ആണ് കൊടുക്കേണ്ടത്. ബാക്കി മറ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാലും the lion told the foxും അതുപോലെ C and that he had no appetite, അത് രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ റോങ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് had, fell എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വരേണ്ടത് fallen. അപ്പൊ നിങ്ങൾ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് മിസ്റ്റേക്സ് ഈസിലി ഡിറ്റക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. ആ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വേർഡ്സും അതിലേക്ക് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പൊ അതിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹാഡ് ഫാളൻ എന്നാണ് വരേണ്ടത്, V3 ആണ് വരേണ്ടത്. ഹാഡ് ഫാളൻ. നമ്മൾ ഗ്രാമറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. V3 എവിടെ യൂസ് ചെയ്യണം, V2 എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യും. നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യും? ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും that his teeth had fell out എന്നാണ് കൊടുത്തിട്ടുള്ളത്.
It should be fallen എന്നാണ് വേണ്ടത്. Should be fallen. So the option is B. അപ്പൊ ഏതാണോ തെറ്റ് കൊടുക്കേണ്ടത്, തെറ്റില്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കൊടുക്കുന്നത്. Now 33. എറോസ് ഒന്നുമില്ലേ? He advised his sons not to quarrel between themselves when he was dead, but to remain united. ഇതിൽ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചാറ്റ് ജിപിടിയിൽ കൊടുക്കാം. Let us check what ChatGPT is saying. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, in the given sentence he advised his sons not to quarrel among themselves എന്നാണ് വരേണ്ടത് അല്ലെ. between themselves എന്ന് നമ്മൾ പറയില്ല. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. among themselves എന്നാണ് പറയാ, between themselves എന്ന് പറയില്ല. themselvesന്റെ മുമ്പ് വരുന്ന ചില കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇവിടെ among themselves when he was dead but to remain united എന്നാണ് വരുന്നത്. സോ among themselves. സോ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് ആയിട്ടുള്ളത് ബി ആണ്. സോ നോട്ട് ടു quarrel between themselves എന്നുള്ളതിൽ അവിടെ നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് between ആണ്. between എന്നുള്ളത് വരില്ല, among ആണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഇപ്പൊ നിലവിലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, now the next question. Question 34. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെ, ഇവിടെ നമുക്ക് അതേഴ്സ് ആർ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതേഴ്സ് ആർ. In every country people imagine that they are the best and cleverest and others is എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അപ്പോൾ others is എന്ന് പറയാം. others എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ്. സോ ഇറ്റ് ഷുഡ് ബി others are. ഈസിന് പകരം എന്താണ് വരേണ്ടത്? ആർ എന്നാണ് വരുന്നത്. ഈസിന് പകരം ആർ എന്നാണ് വരുന്നത്. others are not so good as they are. Option 34. Question 34, option C. Now question number 35. വളരെ സിമ്പിൾ ആണ് അല്ലെ. ട്രീസ് ഗിവ്സ് എന്നാണ് പറയുന്നത്. ട്രീസ് ഗിവ്സ് എന്ന് പറയാം. ട്രീസ് ഗിവ് എന്നാണ് പറയാം അല്ലെ. ട്രീസ് എന്താണ്?
പ്ലൂരൽ ആണ്. അതുകൊണ്ട് വേർബ് എന്തായിരിക്കണം? വേർബ് സിംഗുലർ ആയിരിക്കണം അല്ലെ. ഇവിടെ ട്രീസിന് എസ് ഉണ്ട്. ട്രീസ് ഈസ് എ പ്ലൂരൽ. അപ്പോ ഗിവ്സിന് എസ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സോ ഹിയർ ഈസ് ദ മിസ്റ്റേക്ക്. അപ്പൊ ഗിവ്സ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഗിവ് എന്നായിരിക്കും. ഗിവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്രീസ് ഗിവ് ഷെയ്ഡ് എന്നാണ് കാണുന്നത് അല്ലെ. ട്രീസ് ഗിവ് ഷെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ദ വെർബ് ഗിവ് ഷുഡ് ബി ചേഞ്ച്ഡ് ടു ഗിവ് ടു മാച്ച് ദ സബ്ജക്ട് ട്രീസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രീസ് ഗിവ് എന്നായിരിക്കും. Now the next question. The men endured all the horrors of the campaign without one of them making any complaint. എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? നമുക്ക് എന്ത് ചെയ്യാം? Let us ask to ChatGPT. എന്താണ് ChatGPT പറയുന്നത് നോക്കാം. The men endured all the horrors of the campaign without one of them. അല്ലെ, വിത്തൗട്ട് വൺ ഓഫ് ദം മേക്കിംഗ് എനി കംപ്ലൈന്റ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാല് ChatGPT പറഞ്ഞത് പാർട്ട് ബി എന്നാണ്. ബട്ട് പാർട്ട് സി ആണ് അല്ലെ. പാർട്ട് സി ആണ് വരേണ്ടത്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ വൺ ഓഫ് ദം എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? സിയിലാണ് വരുന്നത്. അപ്പൊ വൺ ഓഫ് ദം എന്നാണോ വരേണ്ടത്? അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനി എന്നാണ് വരേണ്ടത് അല്ലെ. വൺ ഓഫ് ദം, വൺ എന്നുള്ളതിന് പകരം എനി എന്നാണ് വരേണ്ടത്. അപ്പൊ ആ വൺ എന്നുള്ളത് നമുക്ക് ഇവിടെ ഓപ്ഷൻ സിയിലാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ഒരു ഇന്റലിജൻസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസേഴ്സ് ഫൈനലി ഡിസൈഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഈ വൺ ഓഫ് ദം എന്നുള്ളതിന് പകരം നമ്മൾ എനി ഓഫ് ദം എന്നാണ് വരുന്നത്. എനി ഓഫ് ദം. വൺ ഓഫ് ദം എന്നുള്ളതിന് പകരം എനി ഓഫ് ദം ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. He has squandered his fortune, estranged his friends and ruined his health by his recklessness and extravagance. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അതിലെ മിസ്റ്റേക്സ് ഒന്നുമില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ChatGPT പേസ്റ്റ് ചെയ്യാം. ഇതിൽ ChatGPT പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബട്ട് ഓപ്ഷൻ സിയിൽ നമുക്ക് മിസ്റ്റേക്കുകളൊന്നും ഇല്ല. അപ്പൊ ChatGPT ചില സമയത്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ബട്ട് നമ്മുടെ ഒരു നോളജും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി പറയാൻ പറ്റും. ദ കൺജങ്ഷൻ ആൻഡ് ഷുഡ് ബി ആഡഡ് ബിഫോർ എസ്ട്രേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഹി ഹാസ് സ്ക്വാണ്ടേർഡ് ഹിസ് ഫോർച്യൂൺ, estranged his friends and ruined his health. അങ്ങനെയാണ്
അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല, കോമ വെച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് പറയാം. ആൻഡ് എക്സ്ചേഞ്ചിൽ എന്നുള്ളത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് അതൊരു മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. അതായത് ആൻഡ് എന്നുള്ളത് യൂസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് സ്ക്വാണ്ടേർഡ് ഹിസ് ഫോർച്യൂൺ ആൻഡ് എക്സ്ചേഞ്ച്ഡ് ഹിസ് ഫ്രണ്ട്സ്. ബട്ട് നമ്മൾ അവിടെ ആൻഡ് യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? ഇവിടെ ഓൾറെഡി ഒരു ആൻഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമുക്ക് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കാം. ആപ്പിൾ, ബനാന, മാംഗോ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാം? ആപ്പിൾ ആൻഡ് ബനാന ആൻഡ് മാംഗോ എന്ന് പറയാം. ആപ്പിൾ ആൻഡ് ബനാന ആൻഡ് മാംഗോ എന്ന് പറയാം. ഇല്ല, നമ്മൾ എന്താ പറയാ? ആപ്പിൾ, ബനാന ആൻഡ് മാംഗോ എന്നാണ് പറയാം, അല്ലെ? ആൻഡ് മാംഗോ എന്നാണ് പറയാം. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ, ചിലപ്പോൾ രണ്ട് ഭാഗത്തും ആൻഡ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, രാജു ആൻഡ് രഘു went to school. Went. Raju and Raghu went. And Ramu came. അപ്പൊ ഇവിടെ എന്താണ്? രാജു ആൻഡ് രഘു വെന്റ് ആണ്, ആൻഡ് രാമു കെയിം ആണ്. അപ്പോ രാജു, രഘു എല്ലാരും ഒരേ കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? രാജു, രഘു ആൻഡ് രാമു വെന്റ് എന്നാണ് നമ്മൾ പറയാം. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ചാറ്റ് ജിപിടിക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മിസ്റ്റേക്സ് ഒന്നുമില്ല. കാരണം എന്താണ്? ഹി ഹാസ് സ്ക്വാണ്ടേർഡ് ഹിസ് ഫോർച്യൂൺ, എക്സ്ചേഞ്ച്ഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റൂയിൻഡ് ഹിസ് ഹെൽത്ത്. എല്ലാം ഒരേ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നമ്മൾ ആൻഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദർ ഇസ് നോ എറർ ഇൻ ഇറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 38. As soon as the sun touches the horizon, darkness begin to settle upon the sea. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, അല്ലെ? എന്താണ്? ഡാർക്ക്നെസ് ബെഗിൻസ്, അല്ലെ? ഡാർക്ക്നെസ് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ ബെഗിൻസ് പ്ലൂറൽ വേർബ് ആയിരിക്കും. നമുക്ക് ചാറ്റ് ജിപിടി എന്താണ് പറയുന്നത് നോക്കാം. The verb begin should be changed to begins to agree with the singular subject darkness. അല്ലെ? അപ്പൊ ഡാർക്ക്നെസ് എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പൊ വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ ബിഗിൻ എന്നുള്ളതിന് പകരം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ബിഗിൻസ് എന്നാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ബിഗിൻ എന്നുള്ളതാണ് മിസ്റ്റേക്ക്. അവിടെ ബിഗിൻസ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. ബട്ട് ഇവിടെ നമ്മൾ പരിചയം വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ക്യാമ്പയിൻ വിത്തൗട്ട് എനി ഓഫ് ദം. ഇപ്പൊ 36ാമത്തെ ക്വസ്റ്റ്യനിൽ അത് നമ്മൾ പരിചയം വേണം. നമുക്ക് വായിച്ച് പരിചയം വേണം. അതിനെ കുറിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. നമ്മൾ ഗ്രാമർ ക്ലാസ് നമ്മൾ പ്രത്യേകം നമ്മൾ എടുത്ത് പറയുന്നുണ്ട് എവിടെയാണ് നമ്മൾ എനി യൂസ് ചെയ്യുക. അതുപോലെ നമുക്ക് മിസ് ആവാൻ സാധ്യത ഉള്ളത് 33ാമത്തെ ക്വസ്റ്റ്യനിൽ ബിറ്റ്വീനിന് പകരം എമംഗ് ദംസെൽസ് എന്നാണ് പറയാം, അല്ലെ? നോട്ട് ടു കോറൽ എമംഗ് ദംസെൽസ്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്ത എക്സ്പീരിയൻസ് വേണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ബിറ്റ്വീൻ ഇവിടെ ചേരില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ബിറ്റ്വീൻ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്, എനി യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now next question 39.
ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? Contract law is such an integral part of present society that it is almost impossible to imagine society without it. അതിൽ എറർ ഒന്നുമില്ല അല്ലെ? സോ ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ ഡി. നമുക്ക് പ്രത്യേകിച്ച് എറർ ഒന്നുമില്ല. So it should be option D. There is no error. Next question. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ സെന്റൻസിന്റെ ഗ്രാമർ ശരിയാണോ നോക്കിയാൽ മതി. അതിന്റെ മീനിങ് ശരിയാണോ അല്ല എന്നുള്ളത് നമ്മൾ ബോധേഡല്ല. ബട്ട് ഇവിടെ മീനിങ്ങും കറക്റ്റ് ആണ്. വളരെ നല്ലൊരു കോട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലിറ്റിൽ ഗുഡ് വർക്ക് ക്യാൻ ബി എക്സ്പെക്ടഡ് ഫ്രം മെൻ ഹു ആർ ഗ്രേറ്റ് ബോസ്റ്റേഴ്സ്. അതായത് സ്വന്തമായിട്ട് പൊക്കിയടിക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്ത് നിന്ന് അധികം നല്ല വർക്കൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരുപാട് സ്വന്തത്തെ കുറിച്ച് പൊക്കി പറയുന്ന ആൾക്കാർ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വർക്കൊന്നും ഉണ്ടാവില്ല. അതാണ് അതിന്റെ അർത്ഥം. ലിറ്റിൽ ഗുഡ് വർക്ക് ക്യാൻ ബി എക്സ്പെക്ടഡ് ഫ്രം മെൻ ഹു ആർ ഗ്രേറ്റ് ബോസ്റ്റേഴ്സ്. അപ്പൊ ഇതില് നമുക്ക് മിസ്റ്റേക്സ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ മെൻ എന്ന് വരുമ്പോൾ ഹു ആർ എന്നാണ് വരേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് മിസ്റ്റേക്സ് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് നോ എറർ. ദർ ഈസ് നോ എറർ. പിന്നെ വരുന്നതാണ് നമുക്ക് ഇഡിയംസ്. നമുക്ക് 5 ഇയർ പേപ്പറിലും ഈ ഒരു സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് ഹ്യൂമൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹ്യൂമൻ സർവീസ് യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ? ഫ്രീ ആൻഡ് ജനറസ് ഹെൽപ്പ്. Free and generous help. Okay, now the next question. Pell-mell. എന്താണ് പെൽമെൽ എന്ന്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഈ ഒരു ഭാഗം നമ്മുടെ ലെക്ക് അനുസരിച്ചാണ്. നമ്മൾ പഠിച്ച ഇഡിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബേസിക്കലി കോമൺലി യൂസ്ഡ്, കോമൺലി ആസ്ക്ഡ് ഇഡിയംസ് ഉണ്ട്. ആ ഇഡിയംസിന്റെ ലിസ്റ്റ് നമ്മൾ തന്നിട്ടുള്ള ആ ലിസ്റ്റ് നോക്കിയിട്ട് പഠിക്കും. എന്താണ് പെൽമെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, യെസ്, ഡിസോർഡർ ആണ് അല്ലെ? ഡിസോർഡർ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഡിസോർഡർ. Okay, now the next question. A cock and bull story. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു നോക്കാം. വാട്ട് ചാറ്റ് ജിപിടി ഈസ് സേയിങ്. ഇംപ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺബിലീവബിൾ സ്റ്റോറി അല്ലെ? ഇംപ്ലോസിബിൾ സ്റ്റോറി, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത് ഇംപ്ലോസിബിൾ സ്റ്റോറി ആണ്. ഇതിന്റെയൊക്കെ ഹിസ്റ്ററി വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ അത് പിന്നെ ഒരിക്കലും മറക്കില്ല.
നമ്മൾ എന്ത് ചെയ്യും, ഇഡിയംസിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇംപ്ലോസിബിൾ സ്റ്റോറിയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു ഇഡിയം നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. ദർ ഇസ് നോ എനി അതർ ഓപ്ഷൻ. ബട്ട് നിങ്ങൾക്ക് എന്താണ് 5 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. സോ നമുക്കത് മിസ് ചെയ്യാൻ പാടില്ല. 15 മാർക്സ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. സോ ദ ആൻസർ ഈസ് ഇംപ്ലോസിബിൾ സ്റ്റോറി. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. സ്വാൻ സോങ്. എന്താണ് സ്വാൻ സോങ്? അത് ഫേമസ് ആണ്. സ്വാൻ സോങ്, യെസ്, എ പേഴ്സൺസ് ലാസ്റ്റ് പീസ് ഓഫ് വർക്ക് അല്ലെ. സാധാരണ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാളുടെ അവസാനത്തെ പാട്ട്, അവസാനത്തെ രചന, അതിനാണ് നമ്മൾ എന്ത് പറയാ, സ്വാൻ സോങ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് എ പേഴ്സൺസ് ലാസ്റ്റ് പീസ് ഓഫ് വർക്ക്. ആഡം സെയിൽ. എന്താണ് ആഡം സെയിൽ? ആഡം സെയിൽ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ആഡം സെയിൽ ഈസ് വാട്ടർ. ഓപ്ഷൻ ഡി ആണ്. ആഡം സെയിൽ ഈസ് വാട്ടർ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ്. വൺ ഓഫ് ദ ഈസിയസ്റ്റ് പാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഐ സ്പോക്ക് പ്ലെയിൻലി സോ ദാറ്റ്. Pick out the best filler which can complete the given sentence correctly. Okay, question tag ന്റെ ഭാഗം ഇവിടെ നമുക്ക് ഫില്ലർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് അല്ല, നമുക്ക് 5 ഇയറിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആയി. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഫില്ലർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഐ സ്പോക്ക് പ്ലെയിൻലി സോ ദാറ്റ് ഏതാണ് ഇവിടെ? അപ്പൊ നമുക്ക് ആ ടെൻസിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ വേണം. You would have been to understand ആണോ, you might understand ആണോ, you had been to understand ആണോ, you may be understand ആണോ? You might understand ആണ്. You might understand. സിമ്പിൾ ഗ്രാമർ ആണ്. സോ you might understand. You might understand. ഞാൻ എന്ത് ചെയ്തു, വളരെ ക്ലിയർ ആയിട്ടാണ് സംസാരിച്ചത്. സോ ദാറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി. Okay, now the next question. However clever you may be, you cannot succeed without hard work. You must not succeeded without hard work. You had succeeded without hard work. You might not succeeded without hard work. You cannot succeed without hard work അല്ലെ. നിങ്ങൾ എത്ര ക്ലവർ ആയാലും ശരി, ഹാർഡ് വർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. സോ യു കനോട്ട് സക്സീഡ് വിത്തൗട്ട് ഹാർഡ് വർക്ക്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കൊരു ഈസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യു കനോട്ട് സക്സീഡ് വിത്തൗട്ട് ഹാർഡ് വർക്ക്. And the next question. In Rome we must behave as the Romans does ആണോ, as the Romans had ആണോ, as the Romans do ആണോ, as the Romans might ആണ്? Romans do ആണ് അല്ലെ. Romans does എന്തായാലും വരില്ല. So it should be option C. Romans do. Romans എന്നുള്ളത് പ്ലൂറൽ ആണ്. So the verb should be singular. As Romans do എന്നാണ്. Option C. The ship was steered so skillfully that it reached the harbor safely. Been had reached the harbor safely. Reached the harbor safely. May reached the harbor safely.
കുറച്ചെങ്കിലും വായിച്ച് ശീലമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീച്ച് ദ ഹാർബർ സേഫ്ലി വരുമോ? അത് വരില്ല. കാരണം എന്താണ്? ഷിപ്പ് വാസ് സ്റ്റിയർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പാസ്റ്റ് ആണ്. അപ്പൊ എന്താണ് വരേണ്ടത്? ഇറ്റ് റീച്ച്ഡ് ദ ഹാർബർ സേഫ്ലി. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ്. ഇറ്റ് റീച്ച്ഡ് ദ ഹാർബർ സേഫ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Once upon a time, a man owned a hen which lay every day a golden egg, laid every day a golden egg, was lay every day a golden egg, is lay every day golden egg. ഒന്നെങ്കിൽ എന്ത് വരണം? വിച്ച് ലേസ് എന്ന് വരണം. ബട്ട് ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ. വിച്ച് ലേസ് എ ഗോൾഡൻ എഗ് എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ത് വരണം? ലെയ്ഡ് എവറി ഡേ എ ഗോൾഡൻ എഗ്. ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഗ്രാമർ ആണ്. ഗ്രാമറിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ലെയ്ഡ് എവറി ഡേ എ ഗോൾഡൻ എഗ്. ഓക്കെ. അപ്പൊ നമുക്ക് ഫയറിൽ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു. ഒന്നെങ്കിൽ ഫില്ലറോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗോ ആണ് നമുക്ക് വരിക. അപ്പോ നമുക്ക് ഉണ്ടായിരുന്ന, അതായത് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫില്ലർ. ബട്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് അല്ല, ഇവിടെ നമുക്ക് ആ ഒരു ഗ്രാമർ ഫുൾ ആക്കുക എന്നുള്ളതാണ്. ആ തന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 3ലും 5ലും ചെറിയൊരു ഡിഫറൻസ്. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 51. Pick out the most effective word from the given words to fill the blanks to make the sentence meaningfully complete. അപ്പൊ ഇവിടെ നമുക്ക് 2 വേർഡ്സ് ഉണ്ട്. ആ 2 വേർഡ്സും നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ആ 2 ബ്ലാങ്ക്സിൽ നമ്മൾ കൊടുക്കണം. അപ്പൊ എ എന്തായാലും വരില്ല അല്ലെ, കാരണം എന്താണ്? ഐ ആണ്. അപ്പൊ നമ്മൾ എ ഇ ഐ ഒ യു വവൽ സൗണ്ട്സ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ആൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. വവൽ ലെറ്റർ അല്ല, വവൽ സൗണ്ട്സ് ആണ്. ഇപ്പൊ എ യൂറോപ്യൻ എന്നാണോ പറയാ? ആൻ യൂറോപ്യൻ എന്നാണോ പറയാ? എ യൂറോപ്യൻ എന്നാ പറയാ. ഇവിടെ നമുക്ക് വവൽ ലെറ്റർ ആണ്, ബട്ട് സൗണ്ട് എന്താണ്? യു എന്നുള്ള സൗണ്ട് ആണ്, വൈ സൗണ്ട് ആണ്. എ യൂറോപ്യൻ എന്നാണ് പറയാ. അതുപോലെ എ യൂണിവേഴ്സിറ്റി, അവിടെ യു ആണ് വരുന്നത്, ബട്ട് നമ്മൾ ആൻ യൂസ് ചെയ്യില്ല. കാരണം എന്താണ്? യൂണിവേഴ്സിറ്റി എന്നുള്ളതിന്റെ സൗണ്ട് എന്താണ്? വൈ സൗണ്ട് ആണ്, യു. യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? യൂത്ത്. അപ്പൊ വൈന്റെ സൗണ്ട് ആണ് യൂണിവേഴ്സിറ്റിക്കും യൂറോപ്യനൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ ഇ ആണെങ്കിലും യു ആണെങ്കിലും നമ്മൾ ലെറ്റേഴ്സ് അല്ല നോക്കുക, എന്താണ് നോക്കുക? സൗണ്ട് ആണ് നോക്കുക. എ ഹവർ എന്നാണോ ആൻ ഹവർ എന്നാണോ പറയാ? ആൻ അവർ എന്നാ പറയാ. കാരണം എന്താണ്? നമ്മൾ ഹവർ എന്ന് പറയില്ല, അവർ എന്നാണ് പ്രൊനൗൺസിയേഷൻ. അപ്പൊ എയും ആനും യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രൊനൗൺസിയേഷൻ ബേസ്ഡ് ആണ്. സോ എ ഇ ഐ ഒ യു സൗണ്ട് ആണ്. എ ഇ ഐ ഒ യു സൗണ്ട് ആണ് വരുന്നത്, അല്ലാതെ എ ഇ ഐ ഒ യു ലെറ്റേഴ്സ് അല്ല. എ ഇ ഐ ഒ യു സൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ ആൻ യൂസ് ചെയ്യും. അപ്പോ ആൻ അവർ എന്നാണ് പറയാം, എ ഹവർ എന്ന് പറയില്ല. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്ത് വരണം? ആൻ എന്ന് വരണം അല്ലെ. ആൻ ഐ ഫോർ എൻ ഐ ഓൺലി ends up making the whole world blind. Ends up എന്നാണ്, end up എന്ന് പറയുന്നത് ends up. So that is option D. Next question. Dash legacy is so rich, dash honesty. Some legacy is so rich at honesty. അത് ചേരില്ല. No legacy is so rich as honesty. അത് കറക്റ്റ് ആണ് അല്ലെ. Great legacy is so rich well honesty. അതും ശരിയില്ല. No legacy is so rich and honesty. അതും ശരിയില്ല. So it should be option B. Option B ആണ്. No legacy is rich.
ആസ് ഹോണസ്റ്റി. സത്യസന്ധതയോളം വലിയ ലെഗസി വേറെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All the world is a stage and all the men and women, all players എന്ന് പറയില്ല. All the world is a stage and all the men and women merely players. Entire the world is a stage. Entire the world എന്ന് എന്തായാലും വരില്ല. ഇതില് ചേരുന്നത് all the men and women merely എന്നാണ് ചേരുക. മിയർലി എന്ന് വരേണ്ടതുണ്ട്, ബട്ട് എന്നാലും മിയർലി ആണ് ചേരുക. ഏറ്റവും ചേരുന്നത് ഓപ്ഷൻ ബി ആണ്. all and merely. Pick out the most effective word. ഇതിൽ ഏതാണ് ഓപ്ഷൻ? Until we are true to ourselves, we will be false to anyone. Until we are true to ourselves, we should be false to anyone. If we are true to ourselves, we ought be false to anyone. If we are true to ourselves, we cannot be false to anyone. Option D ആണ്. ought എന്ന് പറഞ്ഞാൽ എന്താ? ought നമ്മൾ ഷുഡിന് പകരം ought to യൂസ് ചെയ്യാറുണ്ട്. You should go there. You should go there. അല്ലെങ്കിൽ you should watch that film. You should watch that film. എന്നതിന് പകരം നമുക്ക് എന്താ പറയാം? You ought to watch that film. You ought to watch that film. എന്ന് നമുക്ക് പറയാം. ഷുഡിന് പകരം യൂസ് ചെയ്യുന്നതാണ് ought. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. If we are true to ourselves, we cannot be false to anyone. Next one. Question number 55. All we എന്ന് പറയുമ്പോൾ ഹാവേ പറ്റുള്ളൂ അല്ലെ. All we have to decide is what to do with the time that is given to us. That is given to us. So it should be option B. Should be option B. Have given one. ഇറ്റ് എന്നാണ് വരുന്നത്. അപ്പൊ ഇറ്റ് എന്നുള്ളത് സിംഗുലർ ആണ്. സോ മാറ്റർ ആണോ മാറ്റേഴ്സ് ആണോ വരിക? മാറ്റേഴ്സ് ആണ് വരിക. യെസ്. സോ ഇറ്റ് മാറ്റേഴ്സ് നോട്ട് വാട്ട് someone is born, but what they മാറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ സിയും ഡിയും ആണ് വരുന്നത്. ബട്ട് വാട്ട് ദേ ഗ്രോ ടു ബി അല്ലെ. ഹാസ് ഗ്രോൺ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ബട്ട് അപ്പോ ഹാസ് ഗ്രോൺ വരില്ല, ഗ്രോ ആണ് വരിക. ഇഫ് ഇറ്റ് മാറ്റേഴ്സ് നോട്ട് വാട്ട് someone is born, but what they grow to be. So it is option C. It is a far, far better thing that I do.
with I have ever done. It is a far, far better rest I go to than I have ever. I have ever no എന്ന് പറയില്ല, നോൺ എന്നാണ് പറയാ. സോ ഓപ്ഷൻ എ പറ്റില്ല. Had known, I have ever had known, അതും പറ്റില്ല. It is a far, far better thing that I do than I have ever done. It is a far, far better rest I go to than I have ever known. So it should be option C. Option C ആണ് വരിക. Next question. Some happy families are alike, some unhappy families unhappy in its own way. Some happy families are alike, all unhappy families unhappy in its own way. All happy families are alike, each unhappy family is unhappy in its own way. അതാണ് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ സി. അപ്പൊ നമുക്കത് നന്നായി റീഡിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Honesty is the first chapter in the book of wisdom. Honesty ആരെന്ന് പറയില്ല അല്ലെ? Honesty is എന്നാണ് പറയാ. Honesty is the first chapter in the book among wisdom എന്ന് പറയില്ല, book of wisdom എന്നാണ് പറയാ. Honesty is the first chapter in the book of wisdom. So that is option A. Option A. Honesty is the first chapter in the book of wisdom. If the freedom of speech is take away എന്ന് പറയില്ല, taken എന്നാണ് പറയാ അല്ലെ? Taken away, then dumb and silent. If the freedom of speech is taken away, then dumb and silent we may be led. Like sheep to the slaughter. Sheep with the slaughter, sheep to the slaughter. അതിൽ to the slaughter ആണ് വരിക. If the freedom of speech is taken away, then dumb and silent we may be led, like sheep to the slaughter. Like sheep to the slaughter. അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ് നമുക്ക് വരിക. Taken to. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതർ ദാൻ റീഡിങ് കോംപ്രിഹെൻഷൻ. റീഡിങ് കോംപ്രിഹെൻഷൻ അല്ലാത്ത നമ്മുടെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാന്നുള്ളത്? ഇപ്പൊ 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 2022 പാറ്റേൺ ആണ് നമുക്ക് ഈ വർഷം 2023 വരിക എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് കഴിഞ്ഞ വർഷം കോംപ്രിഹെൻഷന്റെ കേസിൽ ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ പോയ സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി അവർ ചേഞ്ച് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇഡിയംസ് നമ്മൾ ഇതിൽ കവർ ചെയ്തു. ക്വസ്റ്റ്യൻ ടാഗ്സ്, അതുപോലെ ഗ്രാമർ, പ്രിപ്പൊസിഷൻ, അതുപോലെ ടെൻസ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസുകൾ, ആക്റ്റീവ്, പാസീവ് വോയിസ്, അതുപോലെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഇതിൽ കണ്ടു. പിന്നെ ഓർഡർ ആക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ഭാഗം, ഇംഗ്ലീഷ് ഭാഗം നല്ല രീതിയിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പത്തെ പാറ്റേൺ 2022 മുമ്പുള്ള പാറ്റേൺ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൊക്കാബുലറി, ഇന്ന മീനിങ്ങിന്റെ വേർഡ് എന്താണ്, ഒരു മീനിങ് തരും, അതിന്റെ വേർഡ് മീനിങ്, അതിന്റെ വേറെ സിനോണിം എന്താണ്, പര്യായപദം എന്താണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്, 5 ഓപ്പോസിറ്റ് വേർഡ്സ് ചോദിച്ചിരുന്നു.
2021 വരെയുള്ള പാറ്റേണിൽ. അതുപോലെ 5 സിനണിംസ് ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ബട്ട് ഇപ്പൊ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ റിയൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിലെ ക്വസ്റ്റ്യൻ പേപ്പർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അത് 3 ഇയർ ആയാലും 5 ഇയർ ആയാലും നല്ല ഗ്രാമർ സ്കിൽസ് വേണം. ഗ്രാമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ കോംപ്രിഹെൻഷൻ സ്കില്ല് വേണം. മുമ്പ് അങ്ങനെയായിരുന്നില്ല. കാണാൻ നമ്മുടെ ഒരു ഓൾഡ് സ്റ്റൈലായിരുന്നു. ഇപ്പോഴാണ് കുറെ കൂടെ അത് സ്റ്റാൻഡേർഡ് ആയത്. 2022 സ്റ്റാൻഡേർഡ് ആയത്. അത് കുറെ കൂടെ ഒരു ക്ലാറ്റിന്റെ പാറ്റേണിലുമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് വന്നിട്ടുള്ള ഓരോ ഭാഗങ്ങൾ ഓരോ സെഷനിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ടെക്നോളജി മാക്സിമം യൂസ് ചെയ്യുക. കഴിഞ്ഞ വർഷം ചാറ്റ് GPT എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചാറ്റ് GPT ഇത്ര പോപ്പുലർ ആയിട്ടില്ല, അല്ലെ? ഓപ്പൺ AI അതിനുശേഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുപാട് ടൂൾസ്, പിക്ചേഴ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുക, വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുക, പഠനമൊക്കെ വളരെ എളുപ്പമായി. കുട്ടികൾ ഇപ്പൊ US നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സ്കൂൾസ് ഒക്കെ ചാറ്റ് GPT ബാൻ ചെയ്തു. 6 മാസത്തിന് ശേഷം സ്കൂൾസ് ഒക്കെ US പബ്ലിക് സ്കൂൾസ് ഒക്കെ എന്ത് ചെയ്യണത്, ബാൻ ലിഫ്റ്റ് ചെയ്യണം. അതായത് ചാറ്റ് GPT യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അസൈൻമെന്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ US അവർ എന്താണ് ഈ ഒരു ചാറ്റ് GPTയുടെ ബാൻ എടുത്ത് കളയാണ് ചെയ്തത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വിത്തൗട്ട് ഹാവിങ് യുവർ ബുക്ക് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഇല്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ ചാറ്റ് ബോട്ട്, നമ്മുടെ എഡ്യൂഗൈഡിന്റെ തന്നെ ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അത് വാട്സപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൺ സ്പോട്ടിൽ നമ്മുടെ ബോട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ടൂൾസ് ഒക്കെ നമ്മളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.